ഞാനും നീയുമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് നീ മാത്രം ബാക്കിയാകുമെന്നു പറഞ്ഞുവെച്ച് ബേപ്പൂർ സുൽത്താൻ മൺമറഞ്ഞിട്ടിന്നേക്ക് 30 വർഷങ്ങൾ. മലയാള സാഹിത്യത്തിലെ വർണ്ണവ്യവസ്ഥകൾ തിരുത്തിക്കുറിച്ച ഒരു പച്ച മനുഷ്യൻ. വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ സാഹിത്യമെന്നത് മലയാളത്തിലെ ഒരു സാഹിത്യശാഖയായി മാറിയത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു. മണ്ണിലേക്കാഴത്തിൽ വേരുകളുള്ള, ആകാശത്തോളം ശാഖകളുള്ള ഒരു വൃക്ഷമായിരുന്നു ബഷീറിൻ്റെ രചനകൾ. എഴുത്തും ജീവിതവും രണ്ടും രണ്ടായിരുന്നില്ല ആ സാഹിത്യകാരന്. അന്ത്യനാളുകളിൽ ആശുപത്രിയിൽ വെച്ച് ഒരു സിഗരറ്റ് കൂടിൻ്റെ പുറത്ത് ബഷീർ എഴുതിയതുപോലെ എനിക്കല്പം ഓക്സിജൻ തരൂ എന്ന് ലോകം കേഴുന്ന കാലം. മലയാളിയെ വായനയുടെ പുതിയ ലോകത്തെത്തിച്ച പ്രിയ കഥാകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ബേപ്പൂർ സുൽത്താൻ. വൈക്കം തലയോലപ്പറമ്പിൽ ജനിച്ച് മലയാളത്തിലെ കഥകളുടെ പ്രിയ സുൽത്താനായി മാറിയ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചാൽ അതൊരു അവിവേകമാകും. ജീവിതത്തിൽ നിന്നും വലിച്ചു കീറിയ ചോരപ്പൊടിയുന്ന തമാശ കഥകളിലൂടെ സുൽത്താൻ എന്നും നമുക്കിടയിൽ തന്നെയുണ്ടാകും. 1908 ജനുവരി 21 ജനിച്ച് 1994 ജൂലൈ 5 ഇഹലോകവാസം വെടിഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമാണ് നാം ബഷീർ ദിനമായി ആചരിക്കുന്നത്. നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര സേനാനിയുമായ അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. മലയാള ഭാഷ അറിയാവുന്ന ഏതൊരാൾക്കും ബഷീർ സാഹിത്യം ഉൾക്കൊള്ളാൻ കഴിയും. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒപ്പം തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റേതു മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിൻ്റെ സവിശേഷത. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, ശബ്ദങ്ങൾ, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, ൻ്റുപ്പൂപ്പാക്കൊരാനുണ്ടാർന്നു തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ ചിലതാണ്. കേന്ദ്ര സംസ്ഥാന അവാർഡുകൾ ലഭിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ബഷീർ വിട പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകൾ അതേ പുതുമയോടെ തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇനി വരുന്ന തലമുറകളിലും ബേപ്പൂർ സുൽത്താൻ നിറഞ്ഞു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ.